പണ്ട് പണ്ട് മനോഹരമായ ഒരു കാട്ടിൽ ഒരു കുഞ്ഞുമുയൽ താമസിച്ചിരുന്നു. അവൾക്ക് ചുവപ്പും വെള്ളയും പാണ്ടുകളുള്ള ഒരു കുഞ്ഞിക്കുട വളരെ ഇഷ്ടമായിരുന്നു. എങ്ങോട്ട് പോകുമ്പോഴും അവൾ ആ കുട കൈയിൽ കരുതുമായിരുന്നു. വെയിലടിച്ചാലും മഴ പെയ്താലും അവൾക്ക് പേടിയില്ലായിരുന്നു. ഒരു ദിവസം ആകാശം ഇരുണ്ടു. കനത്ത മഴ പെയ്യാൻ തുടങ്ങി. കുഞ്ഞുമുയൽ അവളുടെ കുഞ്ഞിക്കുട നിവർത്തിപ്പിടിച്ച് സുഖമായി നടക്കുകയായിരുന്നു. അപ്പോൾ ദൂരെ ഒരു മരച്ചുവട്ടിൽ ഇരുന്നു കരയുന്ന ഒരു അണ്ണാനെ അവൾ കണ്ടു. മഴ കാരണം നനഞ്ഞു കുതിർന്നു വിറയ്ക്കുകയായിരുന്നു അണ്ണാൻ. കുഞ്ഞുമുയൽ അണ്ണാന്റെ അടുത്തേക്ക് ചെന്നു. എന്തുപറ്റി അണ്ണാര് ചേട്ടാ? മഴ നനഞ്ഞു വിറയ്ക്കുന്നുണ്ടല്ലോ, മുയൽ ചോദിച്ചു. എന്റെ കുട കാറ്റിൽ പറന്നുപോയി. എന്റെ വീട് ദൂരത്താണ്. എങ്ങനെ വീട്ടിൽ എത്തുമെന്ന് അറിയില്ല, അണ്ണാൻ സങ്കടത്തോടെ പറഞ്ഞു. കുഞ്ഞുമുയലിന് അണ്ണാനെ കണ്ടപ്പോൾ വല്ലാതെ വിഷമം തോന്നി. അവൾ പറഞ്ഞു, വിഷമിക്കേണ്ട അണ്ണാര് ചേട്ടാ. എന്റെ ഈ കുടയ്ക്കു കീഴിൽ നമുക്ക് രണ്ടുപേർക്കും നിൽക്കാം. മുയൽ അണ്ണാന്റെ അടുത്തേക്ക് നീങ്ങിനിന്ന് തന്റെ കുഞ്ഞിക്കുടയ്ക്ക് കീഴിൽ അവനെയും ചേർത്ത് നിർത്തി. അണ്ണാന് സന്തോഷം കൊണ്ട് കണ്ണു നിറഞ്ഞു. മഴ മാറിയപ്പോൾ അണ്ണാൻ മുയലിനോട് നന്ദി പറഞ്ഞു. പിന്നീട് ഒരു ദിവസം കുഞ്ഞുമുയൽ കാട്ടിൽ നടക്കുമ്പോൾ അവളുടെ കാലിൽ ഒരു മുള്ളുതറച്ചു. അവൾക്ക് നടക്കാൻ കഴിയാതെ അവിടെയിരുന്നു കരഞ്ഞു. അണ്ണാൻ വഴിയിൽ നിന്ന് മുയലിന്റെ കരച്ചിൽ കേട്ടു. ഓടിവന്ന അണ്ണാൻ മുയലിന്റെ കാലിലെ മുള്ളു നീക്കം ചെയ്യുകയും മുയലിന് നടക്കാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് കൈയിലുള്ള പഴങ്ങൾ തിന്നാൻ നൽകുകയും ചെയ്തു. കുഞ്ഞുമുയലിന് അണ്ണാന്റെ സഹായം കണ്ടപ്പോൾ തന്റെ കുഞ്ഞിക്കുടയ്ക്ക് കീഴിൽ അവനെ ചേർത്ത നിമിഷം ഓർമ്മ വന്നു. ഈ കഥയിലെ ഗുണപാഠം: നമ്മൾ മറ്റുള്ളവരെ സഹായിക്കാൻ തയ്യാറായാൽ നമുക്കും ആവശ്യം വരുമ്പോൾ സഹായം ലഭിക്കും. വിനയം, സ്നേഹം, സഹായമനോഭാവം എന്നിവ എപ്പോഴും ജീവിതത്തിൽ പുലർത്തുക.